വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ പേരിലാണ് ഇപ്പോൾ അടി മുഴുവൻ നടക്കുന്നത്. പക്ഷേ ഈ അടി നടക്കുന്നതിനിടയിലും സർക്കാർ ഇതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് തന്നെ പോവുകയാണ്. ധനബില്ലിൽ ഇത് കയറി കൂടിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. പക്ഷെ ഇതിനെതിരെ പ്രതിപക്ഷത്തിന് വലിയ എതിർപ്പൊന്നും കാണുന്നില്ലല്ലോ സർ. അല്ല, പ്രതിപക്ഷത്തിന്റെ എതിർപ്പുണ്ട്. പ്രതിപക്ഷം സമരത്തിലാണ്. പക്ഷെ ആ സമരത്തിലാകുന്നതിന്റെ കാര്യം മാധ്യമങ്ങളൊന്നും കാണിക്കാൻ വേണ്ടി തയ്യാറല്ല എന്നുള്ളൂ. അതിന് പ്രതിപക്ഷത്തിന്റെ സമരം കാണണമെങ്കിൽ ഇപ്പൊ കൈരളി ന്യൂസൊക്കെ കാണേണ്ടി വരും. ഇപ്പൊ കൈരളി ന്യൂസിൽ കഴിഞ്ഞ 3 ദിവസവും ചർച്ച ഇതായിരുന്നു. ഞാൻ ആ ചർച്ചയിൽ പങ്കെടുത്തിരുന്നു, കഴിഞ്ഞ 2 ദിവസത്തെ ചർച്ചയിൽ. അപ്പൊ അതുകൊണ്ട് അവര് വളരെ വെഹമൻലി, വളരെ സ്ട്രോങ് ആയി തന്നെ ഇതിന്റെ പുറകെ തന്നെ നിൽക്കുകയാണ്. പക്ഷെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, സതീശന് ഇതിൽ നിന്ന് പെട്ടെന്നൊന്നും പിന്മാറാൻ പറ്റില്ല. കാരണം സതീശൻ വാക്കും കൊടുത്ത് ഉള്ള ചിക്കിളി മേടിച്ച് അത് ചെലവഴിച്ച് കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യാൻ പറ്റില്ല, അത് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ ഇദ്ദേഹത്തിന്റെ ആകെയുള്ള പ്രശ്നം എന്ന് പറയുന്നത്, ഇപ്പൊ 120% 175% കൊടുത്ത് വീര്യം കുറഞ്ഞ മദ്യം ഇങ്ങോട്ട് വരണമെങ്കിൽ വരട്ടെ. ആ വരണമെങ്കിൽ വരട്ടെ എന്ന് പറഞ്ഞാൽ അതിന്റെ പിന്നിലുള്ള ഡീലാണ് യഥാർത്ഥത്തിലുള്ള സത്യം. കാരണം ഇത് വി.ഡി. സതീശൻ തന്നെ മാർച്ച് 6-ാം തീയതി നമ്മളോട് പറഞ്ഞത് ഇത് ഡീലാണ്, ഇത് അഴിമതിയാണ്, ഇത് പണം മേടിക്കാനുള്ള ഐഡിയ ആണെന്നാണ്. ഇപ്പൊ പുള്ളി വന്നത് നടപ്പിലാക്കാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി നിങ്ങൾ ശ്രദ്ധിക്കണം. ഇതിനെതിരെ ഏറ്റവും ശക്തമായിട്ട് എതിർത്തിട്ടുള്ളത് VM സുധീരൻ എന്ന് പറയുന്ന ഒരു നേതാവാണ്. അത് കോൺഗ്രസിനകത്ത് നിന്നുള്ള എതിർപ്പായതുകൊണ്ട് സ്വാഭാവികമായിട്ടും ഇപ്പൊ പ്രതിപക്ഷം എതിർക്കുന്നതിനേക്കാൾ കുറച്ചുകൂടി ഒരു ആളുകളുടെ ശ്രദ്ധ അതിന് കിട്ടുമല്ലോ. അപ്പൊ അത് സ്വാഭാവികമായിട്ട് സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ ഏറ്റവും വലിയ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഞാൻ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചൊരു കാര്യം, VM സുധീരനെതിരെ വലിയ സൈബർ അറ്റാക്ക് ആയിരുന്നു. കാരണം ഈ സൈബർ അറ്റാക്കാരാ ഈ കമ്പനികളുടെയൊക്കെ ഫണ്ട് മേടിച്ച് ചെയ്യുന്ന വലിയ ഏജൻസികൾ ഇരുന്ന് കൃത്യമായിട്ട് VM സുധീരനെതിരെ സൈബർ അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവരുടെ എല്ലാ പ്രശ്നങ്ങളും, അവർ ഇതുവരെ എടുത്തിട്ടുള്ള നിലപാടുകൾ, അതിനെ പറ്റിയിട്ടുള്ള കുഴപ്പങ്ങൾ, ഇതെല്ലാം ഇപ്പോഴും ഞാൻ ഈ പറയുന്ന സമയത്ത് റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഫിനാൻസ് ബില്ലിലേക്ക് ഇത് കടന്നിട്ടുണ്ടെങ്കിൽ യഥാർത്ഥത്തിൽ ഒരു ചെറിയ സാധ്യതയുണ്ട്. ആ സാധ്യത എന്താണെന്ന് വെച്ചാൽ, കമ്പനികൾക്ക് കോടതിയിൽ പോകാം. കമ്പനികൾക്ക് കോടതിയിൽ പോയാൽ കോടതിയിൽ നിന്നൊരു അനുകൂല ഉത്തരവ് കിട്ടാനുള്ള എല്ലാ സാധ്യതയും ഉണ്ട്. അപ്പൊ തീർച്ചയായിട്ടും അങ്ങനെ എല്ലാ സാധ്യതകളും ഉണ്ടെങ്കിൽ അത് സംഭവിക്കാനാണ് കേരളത്തിൽ സാധ്യതയുള്ളത്. കാരണം ഗവൺമെന്റ് വളരെ ശക്തമായിട്ടൊക്കെ എതിർത്തിട്ടുണ്ടെങ്കിൽ അത് പരാജയപ്പെടും കേട്ടോ കോടതിയിൽ. പക്ഷെ അങ്ങനെ ശക്തമായിട്ടൊന്നും എതിർക്കൂല. എതിർക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നിയമം പുള്ളിയുടെ തന്നെ വെച്ചേക്കുന്നത്. ഈ സുധീരന്റെ കാര്യം പറയുമ്പോൾ അദ്ദേഹത്തെ പോലൊരു നേതാവ് ഒറ്റയാൾ പോരാട്ടമാണ് സത്യത്തിൽ ഇപ്പൊ ഇതിനെതിരെ നടത്തിക്കൊണ്ട്. അദ്ദേഹത്തിന് ഒരു സപ്പോർട്ട് ചെയ്യുന്ന ആരെയും കാണുന്നതുമില്ല. അദ്ദേഹം നിലവിൽ വലിയ ഇതിൽ നിൽക്കുന്ന ഒരു നേതാവുമല്ല. എന്നാൽ അദ്ദേഹത്തിൻ്റെതായ ഫാൻ ബേസ് അദ്ദേഹത്തിന് ഉണ്ട് താനും. അപ്പൊ ഇദ്ദേഹത്തിന്റെ കാര്യം എങ്ങനെയാവും പാർട്ടിക്കുള്ളില്? പാർട്ടിക്കുള്ളിൽ VM സുധീരനൊരു പുല്ലും ചെയ്യാൻ പറ്റില്ല. ഇതിന്റെ പ്രശ്നം എന്താണെന്ന് അറിയാമോ? ഇതിന്റെ പ്രശ്നം 2 പ്രശ്നങ്ങളുണ്ട്. ആ 2 പ്രശ്നങ്ങളിൽ ഒന്നെന്താന്ന് വെച്ചാൽ, ഏറ്റവും ആദ്യത്തെ പ്രശ്നം, VM സുധീരൻ എന്ന് പറയുന്ന ഒരു നേതാവ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഒരു ഇമേജ് ഉണ്ട്. യഥാർത്ഥത്തിൽ കേരളത്തില് ഇപ്പോ KK ആന്റണിക്ക് പോലും ഞാൻ വിചാരിക്കുന്നത് അത്രയും വലിയൊരു ഇമേജ് ഇല്ല എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ ഇത് AK ആന്റണി പലപ്പോഴും കഴിവ് കുറഞ്ഞ ഒരാളാണെന്നും അദ്ദേഹം നിലപാടുകളിലൊക്കെ വിട്ടുവീഴ്ച ചെയ്തിട്ടില്ല, പണമൊന്നും മേടിച്ചിട്ടില്ല എന്നൊക്കെ പറയുന്ന ആരോപണം ഉള്ളപ്പോഴും ചില ആരോപണങ്ങളൊക്കെ അദ്ദേഹത്തിനെതിരെ വന്നിട്ടുണ്ട്. ഇപ്പൊ അദ്ദേഹത്തിന്റെ വൈഫായിട്ടുള്ള എലിസബത്ത് എയർ ഇന്ത്യക്ക് വരച്ചിട്ടുള്ള ചിത്രങ്ങൾ വിറ്റത് ലക്ഷക്കണക്കിന് രൂപ മേടിച്ചിട്ടുണ്ട്. അപ്പൊ അത്തരം കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. പക്ഷേ അങ്ങനെ ഒരു കാര്യവും പറയാനില്ലാത്തൊരു നേതാവ് കൂടിയാണ് VM സുധീരൻ എന്ന് പറയുന്നത്. അദ്ദേഹം ശരിയാണ്, ഇപ്പൊ അശോകൻ മുതലാളി തൃശ്ശൂരുള്ള അദ്ദേഹത്തിന്റെ വണ്ടിയൊക്കെ ഉപയോഗിച്ചു എന്നൊക്കെ പറയാം എന്നുള്ളതല്ലാതെ, പലപ്പോഴും ഒരുപക്ഷെ VS അച്യുതാനന്ദൻ എടുത്തിരുന്ന നിലപാടുകൾ എടുക്കുമ്പോൾ ജനത്തിനൊരു വിശ്വാസമുണ്ട്, അത് ശരിയായിരിക്കും എന്ന് പറയുന്നൊരു വിശ്വാസമുണ്ട്. ആ വിശ്വാസം പോലെ തന്നെ വിശ്വാസമുള്ള കേരളത്തിലെ ഇപ്പൊ ഏക നേതാവ് എന്ന് വിളിക്കാവുന്നത് VM സുധീരനാണ്. അപ്പൊ പൊതുജന വികാരം ഒറ്റടിക്ക് എതിരാകുന്നു എന്നുള്ളത് വലിയ പ്രശ്നമാണ്. അത് യഥാർത്ഥത്തിൽ ഈ കോൺഗ്രസ്സുകാർ മാത്രം വോട്ട് ചെയ്തിട്ടല്ലല്ലോ ഇവര് ജയിച്ചേക്കുന്നത്. ഇവര് 1 കോടിയിൽ പരം വോട്ട് നേടി ജയിച്ചവരാണ്. അതിൽ VM സുധീരന്റെ പങ്ക് വളരെ കൃത്യമാണ്. ഇനി രണ്ടാമത്തെ കാര്യം, സതീശന്റെ ഇമേജിന് ഒരു വലിയ ഗുണം കിട്ടിയ ഒരു കാര്യം എന്താണെന്നറിയോ? രാഹുൽ ഗാന്ധി ഏറ്റവും കൂടുതൽ സമയം അനുവദിച്ചത് VM സുധീരനാണ്. ആ VM സുധീരന് സമയം അനുവദിച്ചപ്പോൾ VM സുധീരനാണ് ഏതാണ്ട് 40-45 മിനിറ്റ് എടുത്തുകൊണ്ട് VD സതീശൻ വരട്ടെ, അദ്ദേഹത്തിനാണ് വലിയ ജനപിന്തുണ കൂടുതൽ എന്നുള്ളത് കൺവിൻസ് ചെയ്യുന്ന ഒരു നേതാവാണ്. കാരണം VM സുധീരനോട് ചോദിച്ചാൽ കുറച്ചുകൂടി കൃത്യമായിട്ടുള്ള കാര്യങ്ങളായിരിക്കും പറയുക, നല്ല കാര്യങ്ങളെ കുറിച്ച് പഠിച്ചിട്ടായിരിക്കും പറയുക എന്ന് പറയുന്ന തോന്നലുണ്ടായിരുന്നു. അപ്പൊ അദ്ദേഹത്തിന്റെ കൂടി സപ്പോർട്ട് VD സതീശൻ ഉണ്ട് എന്നുള്ളത് സതീശനൊരു ആഡഡ് അഡ്വാൻറ്റേജ് ആയി മാറിയ കാര്യമാണ് ഈ മുഖ്യമന്ത്രിയാകാൻ. ആ മുഖ്യമന്ത്രിയാകാൻ ആഡഡ് അഡ്വാൻറ്റേജ് ആയി മാറിയ കാര്യത്തിൽ നിങ്ങൾ മനസ്സിലാക്കണം, VM സുധീരൻ ഫേസ്ബുക്കിൽ ഒരു ലെറ്റർ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആ VM സുധീരൻ അത് ജൂൺ 1-ാം തീയതി തന്നെ മുഖ്യമന്ത്രിക്ക് ഒരു കത്തയച്ചു ഇതുമായി ബന്ധപ്പെട്ട് ഇത്തരം നടപടികളിലേക്ക്
പോകരുത് എന്ന് പറഞ്ഞു. എങ്ങനെ പോകരുത് എന്ന് പറഞ്ഞു? മറ്റാരും പറയാത്തൊരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം. ഞാൻ കൈരളി TV പറഞ്ഞിട്ടുണ്ട് ചർച്ചയിൽ. അങ്ങനെ VM സുധീരന് ഒരു കത്തയക്കണമെങ്കിൽ ഉണ്ട നായർക്കൊരു വിളിയുണ്ടായി എന്നുള്ള ആൾക്ക് വെറുതെ ഉറങ്ങിക്കിടക്കുമ്പോൾ ഒരു കത്തങ്ങ് അയക്കുമോ? ഇല്ല. പകരം എന്ത് ചെയ്തേക്കണേ? യഥാർത്ഥത്തില് ഈ VM സുധീരന് ഞാൻ 100% ഉറപ്പായി വിശ്വസിക്കുന്നു, അദ്ദേഹത്തിന് പല സ്ഥലങ്ങളിൽ നിന്നും ഇങ്ങനൊരു നീക്കം നടക്കുന്നുണ്ട്. സതീശൻ നിങ്ങൾ ഉദ്ദേശിച്ച ആളല്ല, ഇതുപോലെയുള്ള പല പരിപാടികളും ഒപ്പിക്കാനുള്ള പദ്ധതി ഉണ്ട് എന്നുള്ളത് ബഡ്ജറ്റ് പ്രസംഗത്തിന് ശേഷം അദ്ദേഹത്തിന് ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ട്. ആ ഇൻഫർമേഷൻ കിട്ടിയതിന്റെ അടിസ്ഥാനത്തിലാണ് പുള്ളി ഈ നീക്കത്തിന് നിങ്ങൾ മുതിരരുത് എന്ന് പറഞ്ഞേക്കണം. ഇതുമായി കൂട്ടിച്ചേർത്ത് വായിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ വാചകത്തിന്റെ താഴെ അദ്ദേഹം വേറൊരു കാര്യം അടുത്തൊരു സൗണ്ട് ബൈറ്റിൽ പറഞ്ഞിട്ടുണ്ട്, അപ്പുറത്തെ പ്രസ് ബ്രീഫിംഗിൽ പറഞ്ഞിട്ടുണ്ട്. ആ ബ്രീഫിംഗിൽ അദ്ദേഹം പറഞ്ഞ ഈ ഗവൺമെന്റും ഈ മുഖ്യമന്ത്രിയും ഒക്കെ തന്നെ ഞാൻ കൂടി സജസ്റ്റ് ചെയ്ത, ഞാൻ കൂടി ഭാഗമായിട്ടുള്ള ഒരാളാണ്. അതുകൊണ്ട് അവരുടെ പ്രതിച്ഛായക്ക് കളങ്കമേൽക്കാതെ നോക്കേണ്ടത് എന്റെ കൂടി ഉത്തരവാദിത്തം ആണ്. കാരണം എന്ന് വെച്ചാൽ നാളെ രാഹുൽ ഗാന്ധി വിളിച്ചിട്ട് പുള്ളിയോട് ചോദിക്കണേ, നിങ്ങൾ കൂടി പറഞ്ഞിട്ടാണല്ലോ ഞാൻ അവരെ പിടിച്ചാക്കിയത്, ഇപ്പൊ എന്താണ് അവിടെ നടക്കണേന്ന് ചോദിച്ചാൽ സുധീരന് മറുപടി പറയാൻ ഇല്ല. സുധീരൻ പറയുമ്പോൾ കുറച്ചുകൂടി നല്ല ആളായിരിക്കും എന്ന് വെച്ചിട്ടാണല്ലോ. യഥാർത്ഥത്തില് ആ ഒരു കാര്യം കൂടി, അതുകൊണ്ട് ആ പ്രതിച്ഛായ കളങ്കപ്പെടാതിരിക്കാൻ നോക്കണമെന്നാണ്. ആ പറഞ്ഞതും ഈ ലെറ്റർ അയച്ചതും കൂടി മനസ്സിലായാൽ അദ്ദേഹത്തിന് ഇത് നേരത്തെ തന്നെ മനസ്സിലായിരിക്കുന്നു എന്നാണ് ഒന്ന്. ഇനി രണ്ടാമത് താങ്കൾ പറഞ്ഞ പോലെ ഒരു കാര്യമില്ല ഉള്ളത്. VM സുധീരനൊപ്പം ഒരു കാലത്തും കോൺഗ്രസിലെ ഒരു പറ്റം നേതാക്കന്മാരോ വലിയ നേതാക്കന്മാരോ ഒന്നും ഉണ്ടായിട്ടില്ല. അദ്ദേഹത്തിന് അതിന്റെ ആവശ്യമില്ല. കാരണം കേരളത്തില് കരിമണൽ ഖനനം സ്വകാര്യ മേഖല കൊടുക്കാൻ വേണ്ടി ശ്രമമുണ്ടായപ്പോൾ കുഞ്ഞാലിക്കുട്ടിയും ഗവൺമെന്റുകളും ഉമ്മൻചാണ്ടിയുടെ ഗവൺമെന്റ് ഭരിക്കുമ്പോൾ പോലും യഥാർത്ഥത്തിൽ ഒറ്റക്ക് സമരത്തിന് ഇറങ്ങിയിട്ടുള്ള ഒരു നേതാവാണ്. ആ നേതാവിന് കൃത്യമായിട്ട്, സുധീരൻ ഒരു നിസ്സാര ആളുമല്ല, അദ്ദേഹത്തിന് അറിയാം എങ്ങനെ ഇമേജ് ബിൽഡ് ചെയ്യണം, എങ്ങനെ കൃത്യമായിട്ട് അതിനെ ആളെ കൂട്ടണം, എങ്ങനെയാണ് ഒരു സമരമുഖത്തേക്ക് തനിക്ക് നിൽക്കാൻ കഴിയുന്നത്, അത് തനിക്ക് എത്രത്തോളം ജനങ്ങളിൽ അത് ആ വിഷയം എത്രത്തോളം വലിയ തോതിലുള്ള ഇമ്പാക്റ്റ് ഉണ്ടാക്കും എന്നൊക്കെ കൃത്യമായിട്ട് അദ്ദേഹത്തിന് അറിയാം. കാരണം എന്താ, ഇപ്പോഴും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഏറ്റവും കൂടുതൽ മാധ്യമ പിന്തുണ കിട്ടുന്ന ഒരാൾ അദ്ദേഹമാണ്. ശ്രദ്ധിച്ചു നോക്കിയിട്ടില്ല. അപ്പൊ അതെല്ലാം VM സുധീരൻ ആരും പഠിപ്പിക്കേണ്ട. അതുകൊണ്ട് VM സുധീരൻ അന്ന് KPCC പ്രസിഡന്റ് ആയിരുന്നു, ഇന്ന് ആരുമല്ല എന്നൊക്കെ പറയാറില്ല. ഇന്നും നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം എന്താ അറിയോ? ഇപ്പൊ CPM പറ്റിയിട്ടുള്ള ഏറ്റവും വലിയ കുഴപ്പം എന്താണെന്നറിയോ? ഇപ്പൊ ഒരു ഇമേജ് ബിൽഡ് ചെയ്തിട്ടുള്ള നിരവധി ആളുകളുണ്ട്. ഉദാഹരണത്തിന് നേരത്തെ ജേക്കബ് തോമസ് ഉണ്ടായിരുന്നു. അപ്പൊ അദ്ദേഹം അഴിമതി വിരുദ്ധനാണെന്നുള്ളൊരു തോന്നൽ ആളുകൾക്ക് മാധ്യമങ്ങളിലൂടെ ഉണ്ടാക്കിയിരുന്നു. ഓക്കെ, അത് എല്ലാം ശരിയാണെന്നല്ല ഞാൻ പറഞ്ഞു തന്നെ, പക്ഷെ മാധ്യമങ്ങൾ ഒരു പ്രതീതി ഉണ്ടാക്കി വെച്ചു. ഇപ്പൊ നമ്മുടെ B അശോക് അതുപോലെ ഒരു പ്രതീതി ഉണ്ടാക്കി വെച്ചു. അതുപോലെ നമ്മുടെ മറ്റേ പ്രശാന്ത്, മേയർ മറ്റേ കളക്ടർ പോകുന്നൊക്കെ കോഴിക്കോട് ഇരുന്നപ്പോൾ വിളിച്ചിരുന്ന പ്രശാന്ത്. അപ്പൊ ഇവരെല്ലാവരും ഈ ഗവൺമെന്റിനെ എതിർക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ, അതായത് പിണറായി വിജയൻ സർക്കാരിനെ നേരത്തെ എതിർത്തിരുന്നു എന്ന് പറഞ്ഞപ്പോൾ ജനങ്ങൾക്കൊരു ധാരണ വന്നു, എന്തായിരിക്കും അവരൊക്കെ പറയുന്നുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ എന്തെങ്കിലും കാരണം അത് അവര് ക്ലീൻ ആണ്, അവര് അഴിമതിയൊന്നും നടത്താത്തവരാണ് എന്ന് പറയുന്ന ഒരു ഇമേജ് ആണ് ഉണ്ടായിട്ടുള്ളത്. അപ്പൊ സ്വാഭാവികമായിട്ടും അതിനേക്കാൾ ഞാൻ പറയുന്നത് B അശോകോ പ്രശാന്തോ അല്ലെങ്കിൽ ഈ പറയുന്ന ആളുകളോ നേരത്തെ ഞാൻ പറഞ്ഞ പേരുകാരോ ഒക്കെ ഉണ്ടാകുന്നതിനേക്കാൾ 10 ഇരട്ടി ഇമേജ് കേരള സമൂഹത്തിലുള്ള ഒരാളാണ് അത്. അതായത് ഇപ്പോഴല്ല, പാർലമെന്റിലേക്ക് നിയമസഭയിലേക്ക് കൂടി തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഇപ്പോഴും ഞാൻ ഓർക്കുന്നുണ്ട്, ആലപ്പുഴയിൽ നിന്ന് VM സുധീരൻ മത്സരിക്കുന്നു. ഓക്കെ, VM സുധീരൻ അന്ന് പരാജയപ്പെടുന്നത് നിങ്ങൾ അറിയേണ്ടത്, ഒരു തവണ ഏറ്റവും കൂടുതൽ മത്സരിച്ചപ്പോൾ പരാജയപ്പെടുന്നത് ഒരു അപർണ നിർത്തിയിട്ടാണ്. പക്ഷെ എതിരാളിക്ക് ഒരു അപർണ നിർത്താൻ പോലും VM സുധീരൻ തയ്യാറായില്ല. അപ്പൊ അതുപോലെ നിലപാടുള്ള ഒരാളാണ്. അദ്ദേഹവും AK ആന്റണിയും തമ്മിലുള്ള ഒരു പര്യടനം ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, മനോരമ എഴുതിയത്. അതായത് AK ആന്റണിയും VM സുധീരനും കൂടി എന്ത് ചെയ്യുന്നു, മറ്റേ കഞ്ഞിയും ചീരയും കഴിക്കുന്നു, അതിനുശേഷം വീണ്ടും ഒരു പോകുന്നു എന്നൊക്കെ പറയാം. അപ്പൊ സത്യം പറഞ്ഞാൽ അത് വായിച്ചു നോക്കിയത് എപ്പോഴും എൻ്റെ ഉള്ളിലുണ്ട്. ഞാൻ ചെറുതായിരിക്കുമ്പോൾ നമുക്ക് വായിക്കുമ്പോൾ തന്നെ ദൈവം ഇങ്ങനെയും ഒരു നേതാക്കളോ എന്ന് നമുക്ക് തോന്നിപ്പോകും. അപ്പൊ അത്തരത്തിൽ അന്ന് മനോരമ എഴുതിയത് മുതൽ ഇതുവരെ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ള ഒരു പ്രതിച്ഛായ ഉണ്ട്. ആ പ്രതിച്ഛായയോട് ഏറ്റുമുട്ടുമ്പോൾ സതീശന് സംഭവിക്കാൻ പോകുന്നത്, ഇപ്പൊ തന്നെ സതീശൻ നമ്മൾ ഉദ്ദേശിച്ച ആളല്ലട്ടാ എന്നുള്ള ഒരു തോന്നലിലേക്ക് ആളുകൾ എത്തിക്കഴിഞ്ഞു. പക്ഷേ സതീശനെ സംബന്ധിച്ച് വേറെ വഴിയില്ല. ഡോക്ടർ PK ഗോപൻ എന്ന് പറഞ്ഞ CPMന്റെ ഒരു നേതാവുണ്ട്. അദ്ദേഹമാണ് കൈരളിയിൽ ചർച്ചയ്ക്ക് വന്നിരുന്നത് കഴിഞ്ഞ ദിവസം, ഞാനുണ്ടായ ചർച്ചയിൽ. അപ്പൊ അദ്ദേഹം PK ഗോപൻ പറഞ്ഞൊരു ഡയലോഗ് ഉണ്ട്, വാങ്ങിച്ചുടുത്തുപോയി ഇനിയിപ്പോ എന്താ ചെയ്യാന്ന് ചോദിക്കുന്ന ഒരു പ്രയോഗം ഉണ്ടെന്ന് തോന്നുന്നു. അപ്പൊ എന്ന് പറയണ പോലെ ഇത് സംഗതി എന്ത് പോയി കൈവിട്ടുപോയി. മഹേഷ് മാധവനെ കണ്ടിട്ടുണ്ട്, അവരോട് സംസാരിച്ചിട്ടുണ്ട്, നേരത്തെ തന്നെ ഉണ്ടായിട്ടുണ്ട്. കർണാടകയിൽ അദ്ദേഹം DK ശിവകുമാറിന്റെ സത്യപ്രതിജ്ഞയ്ക്ക് ചെന്നിട്ടുണ്ട്, അതിനു മുമ്പും ചെന്നിട്ടുണ്ട്. അപ്പൊ പല കാര്യങ്ങളും ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഇത് സംഭവം എന്ത് ചെയ്യാൻ പറ്റില്ല, ഇനി ഇതിൽ നിന്ന് പോരാൻ പറ്റില്ല. പക്ഷെ മുഖ്യമന്ത്രിയാകാൻ വേണ്ടി സുധീരൻ്റെയൊക്കെ ആവശ്യങ്ങളൊക്കെ
വേണ്ടത്. ഈ കത്ത് സുധീറിന് എഴുതിയതിന് ശേഷം അതിനോടൊരു റിപ്ലൈ പോലും കൊടുത്തിട്ടില്ല. 2 തവണ അദ്ദേഹം വിളിച്ചിരുന്നു. ഞാൻ വിചാരിക്കുന്നത് വിളിച്ചിട്ട് ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് സംസാരിക്കാൻ അദ്ദേഹം തയ്യാറായിട്ടില്ല. പിന്നെ കോൺഗ്രസിനകത്ത് ഇത് മാറിയിരിക്കുന്നു. കോൺഗ്രസിന് ഇപ്പൊ ഇന്നലെ BRM ഷഫീർ അടക്കം നിരവധി ആളുകൾ വന്നിട്ട് ഇത് സപ്പോർട്ട് ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നു. എന്താ കാര്യം എന്ന് മനസ്സിലായ താങ്കൾക്ക്? ഉം. നിങ്ങൾ ഇതുമായിട്ട് അങ്ങോട്ട് മുന്നോട്ട് പോയിക്കോ സതീശ, ഉം. ബാക്കി നമ്മൾ നോക്കാന്ന് കമ്പനിക്കാർ പറഞ്ഞിട്ടുണ്ട്. കമ്പനിക്കാർ ഓരോ നേതാക്കന്മാരെ ചെന്ന് കണ്ടിട്ടുണ്ട്, ഓരോ പാർട്ടിക്കാരെ ചെന്ന് കണ്ടിട്ടുണ്ട്. ഇത് നിസാര കളിയല്ല. കേരളത്തിലേക്ക് വലിയ തോതിൽ മദ്യം ഒഴുകാനും അതുവഴി ആയിരക്കണക്കിന് കോടികൾ അടുത്ത 5 കൊല്ലം കൊണ്ട് ലാഭം ഉണ്ടാക്കാനും പറ്റുന്ന ഒരു വലിയ പദ്ധതിയാണ്. ആ പദ്ധതി എന്ന് പറയുമ്പോൾ നിങ്ങൾ അറിയേണ്ടത് ബീഹാറിൽ, ഗുജറാത്തിലൊക്കെ മദ്യ നിരോധനമാണ്. ചുരുക്കം ചില സ്ഥലങ്ങളിൽ ഇത് വിൽക്കാനുള്ള അനുമതി കിട്ടുന്നുള്ളൂ. അപ്പൊ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്റ്റേറ്റ് ആണ് കേരളം. കേരളത്തിന്റെ ഈ വളർച്ചക്കുള്ള സാധ്യതകളൊക്കെ ഒരു വളരെ കൂടുതലാണ്. ഉം. അതില് ഈ പറയുന്ന ബെക്കാടി മാത്രമല്ല, റിലയൻസിന്റെ മദ്യം വരുന്നുണ്ട്. ഉം. അപ്പൊ അതുപോലെ മറ്റു നിരവധി മദ്യങ്ങൾ വരുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇത് നടപ്പിലാവും. പക്ഷേ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ അഭ്യാസത്തിനൊന്നും ആവശ്യമില്ല. നേരെ പറഞ്ഞാൽ മതി. സുധീറിനോട് നേരിട്ട് പത്രസമ്മേളനം വിളിച്ച് പറയാൻ വേണമെങ്കിൽ മുഖ്യമന്ത്രിക്ക്. പക്ഷെ പുള്ളി അത് ചെയ്യൂല. പുള്ളി പുറം വാതിലിലൂടെ എങ്ങനെ നടപ്പാക്കാമെന്ന് വിചാരിക്കും. പക്ഷെ അങ്ങനെ സംഭവിക്കുമ്പോൾ എന്തെന്ന് വെച്ചാൽ VM സുധീറിന്റെ വീര്യം ഒന്നുകൂടി കൂടും. വീര്യം കുറഞ്ഞ മദ്യമാണ് സതീശൻ കിടക്കാൻ പോണം. പക്ഷെ പുള്ളിയുടെ വീര്യം കുറച്ചുകൂടി കൂടും. കാരണം 1 മാസത്തിനകം VM സുധീരൻ ഇപ്പൊ പലതവട്ടം പ്രസ് മീറ്റ് നടത്തി കഴിഞ്ഞു, ആളുകളോട് സംസാരിച്ചു കഴിഞ്ഞു. ഉറപ്പായിട്ടും ഇനി അടുത്ത ഓരോ നടപടികളിലും സുധീരൻ ശക്തിയെ ആഞ്ഞടിക്കും. ആഞ്ഞടിക്കുമ്പോൾ അടുത്ത എന്താ സംഭവിക്കാൻ പോണെന്നറിയോ? പാർട്ടിക്കുള്ളിൽ അല്ലെങ്കിലും പ്രശ്നമാണ്. ഇപ്പൊ PM നിയാസ് എന്ന് പറയുന്ന നമ്മുടെ സുഹൃത്തായിട്ടുള്ള ഒരു കോഴിക്കോട് നിന്നുള്ള മറ്റേ മേയറാകാൻ വേണ്ടി കഴിഞ്ഞോണ്ട് മത്സരിച്ചു. അദ്ദേഹത്തിന് മേയറാകാൻ കഴിഞ്ഞില്ല, ഭൂരിപക്ഷം കിട്ടിയില്ല. അദ്ദേഹം അവിടെ നിന്ന് പരാജയപ്പെടുകയും ചെയ്തു. അത് അവിടെ ഉള്ളിലുള്ള പ്രശ്നങ്ങളുണ്ടാണ്. അപ്പൊ അദ്ദേഹം ഇപ്പൊ പരാതി അയച്ചിട്ടുണ്ട്. എന്താണെന്നറിയാമോ? മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സജസ്റ്റ് ചെയ്തേക്കണത് തന്നെ പണ്ട് SFIക്കാരനായിരുന്ന, പാർട്ടിയോട് ഒരു ഇതുമില്ലാത്ത, താല്പര്യമില്ലാത്ത ഒരാളെയാണ് സജസ്റ്റ് ചെയ്തേക്കണത്. ഈ ഗവൺമെന്റ് കാണിക്കുന്നത് മോശമാണെന്ന് പറഞ്ഞ് പരാതി കൊടുത്തിട്ടുണ്ട്. പരാതി അദ്ദേഹം കൊടുത്തിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ഉന്നതങ്ങളിലുള്ള നിരവധി ആളുകളുമായിട്ട് വലിയ ബന്ധമുള്ള ഒരാളാണ്. അവരൊന്നും അറിയാതെയല്ല പരാതി കൊടുത്തേക്കണം. KPC പ്രസിഡന്റിനാണ് പരാതി കൊടുത്തേക്കണം. അപ്പൊ ഇത്തരത്തില് പ്രശ്നങ്ങൾ പുകഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ആണ് സതീശന്റെ സ്വഭാവത്തിൽ സതീശൻ UDF, ടീം UDF എന്നൊക്കെ എപ്പോഴും പറയുമെങ്കിലും പുള്ളി ഒറ്റക്കാണ് തീരുമാനം എടുക്കണം. പുറമെ പറയുമ്പോ ഇതൊക്കെ പറയും. പിന്നെ ടീം UDF എന്നുള്ളത് പുള്ളി ഇപ്പൊ പറച്ചിലും നിർത്തിയത്. മറന്നുപോയി. മുഖ്യമന്ത്രിയൊക്കെ ആയി കഴിഞ്ഞാൽ പിന്നെ ഇപ്പൊ ടീം UDF ഒന്നും ആവശ്യമില്ല, നമ്മൾ തന്നെയൊക്കെ കാര്യങ്ങൾ തീരുമാനിക്കാന്ന് പുള്ളി വെച്ചു. അപ്പൊ അതാണ് നടക്കണം. അപ്പൊ അതുകൊണ്ട് ഇത് പക്ഷേ ഒറ്റ നടക്ക് പോകും എന്ന് സതീശൻ വിചാരിക്കരുത്. ഇതിൽ VM സുധീരൻ പരാജയപ്പെടും. കാരണം ഇത് ആര് പറഞ്ഞാലും പുള്ളിക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, മുടക്കാൻ പറ്റില്ലല്ലോ, പിൻവാങ്ങാൻ പറ്റില്ല. പക്ഷെ ഇനി പിൻവാങ്ങണമെന്നുണ്ടെങ്കിൽ കോൺഗ്രസിനകത്ത് വലിയൊരു ശക്തി എതിരായിട്ടുണ്ട്. ആ എതിരായിട്ടുള്ള സത്യം പറഞ്ഞ സതീശനൊന്നും അത്ര ശക്തിയില്ല. ആ എതിർപ്പ് വളരെ സ്ട്രോങ് ആണെങ്കിൽ, ഹൈക്കമാൻഡൊക്കെ ഒരു നിലപാടെടുക്കേണ്ട അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ പ്രശ്നം മാറും.